കോഴിക്കോട് ജില്ലയിലും ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. കൂടരഞ്ഞി, കാവലുംപാറ, പനങ്ങാട് എന്നിവിടങ്ങളിൽ മുഴക്കം അനുഭവപ്പെട്ടതായാണ് നാട്ടുകാർ പറഞ്ഞത്. റവന്യൂ ജിയോളജി ഉദ്യോഗസ്ഥർ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ വിവരങ്ങളുമായി റമീസ് ചേരുന്നു. കോഴിക്കോട് ബാലുശ്ശേരി പനങ്ങാട് വാഴൂർമല ഭാഗത്ത് രാവിലെ 10:30 കൂടിയാണ് ഇത്തരത്തിൽ ഭൂചലന സാധ്യത അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന രീതിയിൽ ശബ്ദ സാന്നിധ്യം ഉണ്ടായത്. വാഴൂർമല സ്വദേശികളായ ശ്യാമള ദാമോദരൻ, റീജ കൃഷ്ണൻ, ബാബു, റീന എന്നിവരുടെ വീടുകളിലാണ് ഒരു കുലുക്കം അനുഭവപ്പെട്ടത്. വയനാട് ഉരുൾപൊട്ടിയ സമയത്ത് ഈ മേഖലയിലെ കിണറുകളിലെല്ലാം തന്നെ അമിതമായി വെള്ളം വർദ്ധിച്ചതും ഈയൊരു ശബ്ദ സാന്നിധ്യം ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണമായി. വയനാട് ജില്ലയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഈ മേഖലയിലാകെയും തന്നെ. എന്തോ ഒരു ജർക്കിങ് എല്ലാം കൂടി വന്നിട്ട് ഞാൻ കസേരമേൽ ഇരുന്ന് ഞാൻ മെല്ലെ എണീച്ച ഫില്ലർ പിടിച്ച അവിടെ നിന്നപ്പോൾ ഭയങ്കര കറക്കം, എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ. അപ്പോൾ കസേരയൊക്കെ അങ്ങോട്ട് മറിഞ്ഞ് വീണ് വന്നപ്പോഴാണ് അവിടെ നിൽക്കുന്ന സമയത്ത് ഫില്ലർ പിടിച്ച് നിൽക്കുന്ന സമയത്താണ് എന്നെ മറ്റോള് താഴേന്ന് വിളിക്കുന്നത്. അപ്പോൾ താഴേന്ന് ഒരു ഏട്ടനെ വിളിക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചിട്ട്. ഞാനൊരു സൗണ്ട് കേട്ടിക്ക്, ഞങ്ങൾക്ക് അങ്ങനത്തെ കുലുക്കമൊന്നും ഉണ്ടായില്ലായിരുന്നു. ഒരു സൗണ്ട് കേട്ടി, പക്ഷെ ഇവിടെ അങ്ങനെ കുലുങ്ങിയുണ്ട്. സമീപ പ്രദേശമായ മങ്കയം, കുറുമ്പൊയിൽ ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, പനമണ്ണ എന്നിവിടങ്ങളിലും മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഭാഗങ്ങളിലും ഈ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദ സാന്നിധ്യം ഉണ്ടായി. എന്നാൽ സംഭവം സിസ്മോഗ്രാഫിയിൽ ജിയോളജി വകുപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും മുഴക്കം എന്തുകൊണ്ടാണെന്ന് സംബന്ധിച്ച് പരിശോധനയും വിശകലനങ്ങളും നടന്നു വരികയാണെന്നും നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിലാണ് പഠനങ്ങൾ നടക്കുന്നതെന്നും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. റമീസ് മുഹമ്മദാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.